ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഓരോ പ്രഭാതത്തിനും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള നിഗൂഢമായ ശക്തിയുണ്ട്. മിക്ക ആളുകളും രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ അവരുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തെ സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രോഗ്രാമിംഗ് ആണ്. നിങ്ങൾ രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയ ഷിഫ്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്തെങ്കിലും ഫീഡ് ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല സമയമാണ്. ഈ സമയത്ത് ഉപബോധ മനസ്സ് ഒരു സ്പോഞ്ച് പോലെ ഇൻഫർമേഷനെ വലിച്ചെടുക്കുന്നു. നിങ്ങൾ ആ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ ഉപബോധ മനസ്സിന് സാധിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നതിനും ഇമെയിൽ ചെക്ക് ചെയ്യുന്നതിനും പകരം നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിച്ചാൽ എന്തായിരിക്കും ഫലം? ക്ലാരിറ്റിയും അൺസ്റ്റോപ്പബിളുമായിട്ടുള്ള ഒരു ലൈഫിനെ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ സാധിക്കും. ന്യൂറോ സയൻസ് ഈ ശക്തിയെ അംഗീകരിക്കുന്നു. ടോപ്പ് പെർഫോമേഴ്സ് ആയിക്കൊള്ളട്ടെ, മോഡേൺ ന്യൂറോ സയൻറ്റിസ്റ്റ് ആയിക്കൊള്ളട്ടെ, ഫിലോസഫേഴ്സ് ആയിക്കൊള്ളട്ടെ, എല്ലാവരും പ്രഭാത സമയത്തെ വളരെയധികം മഹത്വവൽക്കരിക്കുന്നു. ഇന്ന് കാണുന്ന വളരെയധികം പെർഫോം ചെയ്യുന്ന ഹൈ അച്ചീവേഴ്സ് ആയിട്ടുള്ള ആളുകൾ രാവിലെയുള്ള സമയത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. അവരുടെ മനസ്സിലേക്ക് എന്തെങ്കിലും നൽകണമെങ്കിൽ രാവിലെയുള്ള സമയം മികച്ചതാണെന്ന് മനസ്സിലാക്കുന്നു. അതായത് ഉപബോധ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഇംപ്രഷൻ നൽകാൻ സാധിക്കുന്ന ഈ ഒരു സമയത്തെ തേറ്റ ബ്രെയിൻ വേവ് സ്റ്റേറ്റ് എന്ന് പറയുന്നു. എഴുന്നേറ്റ ഉടനെയുള്ള സമയത്ത് ഈ ഒരവസ്ഥ ലഭിക്കുന്നു. മിക്ക ആളുകളും ചെയ്യുന്നത് എഴുന്നേറ്റ ഉടനെ അവർ സ്വയം സ്ട്രെസ്സിലേക്കും നെഗറ്റിവിറ്റിയിലേക്കും തള്ളിവിടുകയാണ്. ഈ ഒരു വീഡിയോ സീരീസിൽ ഞാൻ നിങ്ങളുടെ ബ്രെയിൻ പവറിനെ ഏറ്റവും ഉയർന്ന ക്ഷമതയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കും. ഈ ഒരു സീരീസ് പൂർണ്ണമായും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലെയുള്ള സമയത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എനർജിയെ ആംപ്ലിഫൈ ചെയ്യാനും ക്രിയേറ്റിവിറ്റിയെ വർദ്ധിപ്പിക്കാനും സാധിക്കും. പ്രഭാതത്തിലെ ഗോൾഡൻ സമയത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയില്ല. സക്സസ്ഫുൾ ആയ മിക്ക ആളുകളും പ്രഭാതത്തെ വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചതായി കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മിക്ക വിജയികളുടെയും ടെക്നിക്കുകൾ ഞാൻ ഈ ഒരു സീരീസിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ സ്ട്രാറ്റജികൾ വെറും തിയറിയുടെ അടിസ്ഥാനത്തിലല്ല, ന്യൂറോ സയൻസിന്റെയും സൈക്കോളജിയുടെയും റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ സീരീസിന്റെ അവസാനം നിങ്ങളുടെ പ്രഭാതങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ഒരു മാനുവൽ ലഭിക്കും. ഇത് വെറും മോർണിംഗ് റുട്ടീൻ അല്ല, ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തികളെ ഉണർത്തുന്നതിനുള്ള ഒരു മാനുവലാണ്. ഓരോ പ്രഭാതത്തിനും നിങ്ങളുടെ റിയാലിറ്റിയെ ചേഞ്ച് ചെയ്യാനുള്ള ശക്തി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. രാത്രി മുഴുവൻ നിങ്ങളുടെ ശരീരം റെസ്റ്റിലായിരുന്നു. ശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ജലാംശം കുറവ് അനുഭവപ്പെടും. രാത്രി നിങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരം ഡീഹൈഡ്രേഷൻ്റെ സ്റ്റേറ്റിലാണ്, അതായത് ജലാംശം കുറഞ്ഞ അവസ്ഥയിലാണ്. പക്ഷേ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ സാധ്യതയില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് മിക്ക ആളുകളും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണിതരായി കാണപ്പെടുന്നത്, സ്ലഗ്ഗിഷായിട്ട് തോന്നുന്നു. ജലാംശത്തിൻ്റെ കുറവ് നിങ്ങൾക്ക് രാവിലെ അനുഭവപ്പെടുമ്പോൾ ക്ഷീണമുണ്ടാകുന്നതായിട്ടും ഉണർവില്ലാത്തതായിട്ടും തോന്നും. മിക്ക ആളുകളും രാവിലെ എഴുന്നേറ്റ ഉടൻ അവരുടെ കൈകൾ നീട്ടി മൊബൈൽ ഫോൺ എടുക്കുന്നു, നോട്ടിഫിക്കേഷനുകൾ ചെക്ക് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നു, തുടർന്ന് ഒരു കപ്പ് കോഫി കുടിക്കുന്നു. പക്ഷേ ഈ ഒരു സ്വഭാവം നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ്. നിങ്ങളുടെ ശരീരത്തിൽ ജലം കുറവുള്ള സമയത്തിൽ നിങ്ങളുടെ ബ്രെയിനിന് കൂടുതലായിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ ചെറിയ ചെറിയ പ്രവർത്തികൾ പോലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടും തോന്നും. ചെറിയ ചെറിയ ടാസ്കുകൾ പോലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അതായത് രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ശരീരത്തിൽ ക്ഷീണം അനുഭവപ്പെടുന്നു, മാനസിക ക്ഷീണം അനുഭവപ്പെടുന്നു. നമ്മുടെ ശരീരത്തിൽ ജലാംശം ഇല്ലാതിരിക്കുമ്പോൾ മസ്തിഷ്കം ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്ന വേഗത കുറയുന്നു, സ്ട്രെസ് ലെവൽ കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടൻ വെള്ളം കുടിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇങ്ങനെ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് വളരെ ശക്തമായ ഒരു സിഗ്നൽ നൽകുകയാണ്. ശരീരത്തിൻ്റെ മെറ്റബോളിസത്തിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനും വേസ്റ്റ് പുറന്തള്ളാനുമുള്ള ഒരു മെസ്സേജാണ് നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിലൂടെ ശരീരത്തിലേക്ക് നൽകുന്നത്. മാത്രമല്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ബാലൻസിനെ റീസ്റ്റോർ ചെയ്യുന്നതിനും സഹായിക്കും. ശരീരത്തിൽ ജലാംശം എത്തിക്കഴിയുമ്പോൾ ഹൈ എനർജിയും അതുപോലെ തന്നെ ബ്രെയിനിന് ക്ലാരിറ്റിയും ലഭിക്കുന്നു. രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കുമ്പോൾ നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, ഇൻറ്റേർണൽ ഫങ്ഷൻ ആക്ടിവേറ്റ് ആകുന്നു. നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹനേന്ദ്രിയങ്ങൾ ഉണരുന്നു. നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആദ്യത്തെ പ്രഭാത ഭക്ഷണത്തിനായി ഒരുങ്ങുന്നു. രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ ലിവറും കിഡ്നിയും
അവരുടെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിറ്റോക്സ് ചെയ്യാനുള്ള പ്രോസസ്സ് തുടങ്ങുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത് നമ്മുടെ മസ്തിഷ്കത്തിലാണ്. നമ്മുടെ മസ്തിഷ്കം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 70% ജലം കൊണ്ടാണ്. ജലാംശം കുറയുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ കോഗ്നിറ്റീവ് ഫങ്ഷൻ സ്ലോ ആകുന്നു. ജേർണൽ ഓഫ് റിസർച്ച് ആൻഡ് പബ്ലിഷ് ഇൻ ഹെൽത്ത് എന്ന ഒരു പഠനത്തിൽ പറയുന്നത് ശരീരത്തിൽ ജലമില്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജലാംശം കുറയുമ്പോൾ അത് നിങ്ങൾക്ക് ശ്രദ്ധക്കുറവുണ്ടാക്കുകയും കോൺസെൻട്രേഷൻ ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. ആ സമയത്ത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കൂടുകയും ചെയ്യുന്നു. എന്നാൽ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ഏകാഗ്രതയെ വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല നിങ്ങളെ ഉന്മേഷമുള്ളതാക്കി മാറ്റുന്നു. ജലാംശം ശരീരത്തിലെത്തുമ്പോൾ നിങ്ങളുടെ ഓവറോൾ പെർഫോമൻസ് നല്ലതാകുകയും ചെയ്യും. നിങ്ങളുടെ ബ്രെയിൻ ഫങ്ഷൻ നല്ലതാവുമ്പോൾ നിങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുന്നത് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ശരീരത്തിൽ ജലാംശം കുറയുന്ന സമയത്ത് രക്തം കൂടുതൽ കട്ടിയുള്ളതാവുന്നു. രക്തം കൂടുതൽ തിക്കാവുമ്പോൾ അത് ഒഴുകുന്നതിൻ്റെ വേഗത കുറയുകയും ഓക്സിജനും ന്യൂട്രീഷനും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിക്കുന്നതിൽ താമസം നേരിടുകയും ചെയ്യുന്നു. ഇത് ശാരീരികമായ ക്ഷീണത്തിനും മാനസിക ക്ഷീണത്തിനും കാരണമാകും. രാവിലെ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ സർക്കുലേഷനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അങ്ങനെ ഓക്സിജൻ നിങ്ങളുടെ മസ്തിഷ്കത്തിലും മസിലുകളിലും വേഗത്തിൽ എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു നാച്ചുറൽ എനർജി ബൂസ്റ്ററായിട്ട് വെള്ളത്തെ നമുക്ക് കണക്കാക്കാം. ശരീരം ഉറങ്ങിയതിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് ന്യൂട്രിയൻസ് സ്വീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. രാവിലെ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഈ ചെറിയൊരു സ്വഭാവം നിങ്ങളുടെ ദഹന പ്രവർത്തനത്തെ വളരെയധികം മെച്ചപ്പെടുത്തും. വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടി ശ്രദ്ധിക്കണം. റിഫ്രഷ്മെൻറ്റിനായിട്ട് ചെറു ചൂടുള്ളതോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമോ ആണ് നല്ലത്. വാം വാട്ടർ അതല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം. ഈ വാം വാട്ടർ കുടിക്കുമ്പോൾ നിങ്ങളുടെ ഡൈജസ്റ്റീവ് ട്രാക്ക് സ്മൂത്തായിട്ട് പ്രവർത്തിക്കാനും അതുപോലെ ശരീരത്തിൻ്റെ ക്ലെൻസിങ്ങിനും സഹായിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ രാവിലെ ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് ലോങ് ടൈം ഹെൽത്തിന് പ്രയോജനകരമാണെന്ന് പറയപ്പെടുന്നു. അടുത്തതായി നമ്മൾ രാവിലെ വെള്ളം കുടിക്കുന്നതിനുള്ള പ്രധാന പ്രയോജനം നമ്മുടെ സ്കിൻ ബെറ്റർ ആവുന്നു എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ ടോക്സിനുകൾ സ്കിന്നിലൂടെയും പുറത്തേക്ക് പോകുന്നു. ഈ ഒരു പ്രവർത്തനത്തെ വേഗത്തിലാക്കാൻ നിങ്ങൾ വെള്ളം കുടിക്കുന്നത് സഹായിക്കും. ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ജലാംശക്കുറവിനെ ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിലെ ഫൈൻ ലൈനുകളും ചുളിവുകളും മാറാനും സ്കിന്നിൻ്റെ ക്ഷീണാവസ്ഥയെ മറികടക്കാനും രാവിലെ വെള്ളം കുടിക്കുന്നത് സഹായിക്കും. ഇത് നിങ്ങളെ ഫ്രഷായിട്ട് റേഡിയൻ്റായിട്ട് ഫീൽ ചെയ്യിക്കും. ധാരാളം ആളുകൾ സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾക്കായിട്ട് വളരെയധികം പണം ചിലവഴിക്കാറുണ്ട്. പക്ഷേ അവർ തിരിച്ചറിയുന്നില്ല ഏറ്റവും എളുപ്പമുള്ള സിമ്പിളായിട്ടുള്ള ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് ശരീരത്തിൽ ആവശ്യമായ ജലാംശം ലഭിക്കുക എന്നതാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ശരീരത്തിൽ ജലാംശം നിലനിർത്താനും മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനും ഇമോഷണൽ ഹെൽത്ത് ബെറ്ററാക്കാനും സഹായിക്കും. പഠനങ്ങൾ പറയുന്നത് ശരീരത്തിൽ ജലാംശമില്ലാതിരിക്കുമ്പോൾ ഉത്കണ്ഠ സ്ട്രെസ്സ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശമുള്ളപ്പോൾ അത് എഫക്റ്റീവായിട്ട് ശരീരത്തിലെ ഹോർമോണുകളെ ബാലൻസ് ചെയ്യും. ഇത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഇമോഷണൽ ബാലൻസും ശാന്തമായ ഒരു മനോനിലയും നൽകുന്നു. മൈൻഡ് സെറ്റ്, അതായത് രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ദിവസത്തെ സെറ്റ് ചെയ്യുന്നതിന് സഹായിക്കും. ഇത്തരം എണ്ണമറ്റ പ്രയോജനങ്ങളുണ്ടെങ്കിലും മിക്ക ആളുകളും രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നു. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരം ഡീഹൈഡ്രേഷൻ്റെ സ്റ്റേറ്റിലാണ്. വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നു. രാത്രി മുഴുവൻ വെള്ളം കുടിച്ചിട്ടില്ല, കൂടാതെ പകലും വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തനം മോശമാകുന്നു. രാവിലെ എഴുന്നേറ്റ് കോഫി കുടിക്കുന്നത് അത്ര നല്ല ശീലമല്ല. കോഫി ശരീരത്തിൻ്റെ ജലാംശത്തെ കൂടുതൽ ഇല്ലാതാക്കുന്നു. അത് ഡീഹൈഡ്രേഷൻ്റെ എഫക്റ്റിനെ കൂടുതൽ തീവ്രമാക്കുന്നു. രാവിലെ എഴുന്നേറ്റ് വെള്ളം പതിവായി കുടിക്കുന്നത് ഒരു ശീലമാക്കുക. ഇതിനായിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിലോ നിങ്ങളുടെ ബെഡിനരികിൽ വെക്കുക. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നിങ്ങൾക്ക് കൈയെത്തുന്ന അകലത്തിൽ വെള്ളമുണ്ടെങ്കിൽ അത് കുടിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റാൻ. രണ്ടാമത്തെ മെത്തേഡാണ് ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളെ തന്നെ വെള്ളം കുടിക്കണമെന്ന് ഓർമ്മിപ്പിക്കുക. രാവിലെ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ള് സീ സാൾട്ട് ചേർക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം ഒരു ചെറിയ സ്ലൈസ് നാരങ്ങ നീരും ചേർക്കാവുന്നതാണ്. സീ സാൾട്ട് നിങ്ങൾക്ക് വേണ്ട ന്യൂട്രിയൻസിന് നൽകുകയും ഇലക്ട്രോലൈറ്റിനെ ബാലൻസ് ആക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചെറിയൊരു സ്ലൈസ് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നതിലൂടെ വിറ്റാമിൻ സിയും അതുപോലെ സപ്പോർട്ടീവായിട്ടുള്ള ന്യൂട്രിയൻസ് ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല ഈ ഒരു രീതി നിങ്ങളുടെ പ്രഭാതത്തെ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഒരു മികച്ച മെത്തേഡാണ്. അതായത് വെള്ളം കുടിക്കുക. എല്ലാവർക്കും സിമ്പിളായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്, പക്ഷേ ഇതിൻ്റെ പ്രയോജനങ്ങൾ വളരെ മികച്ചതാണ്.
നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ഈ ഒരു ശീലം സഹായിക്കും. ഈ ലോകത്തിൽ എല്ലാവരും അവരുടെ ഊർജ്ജത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനർജിയും ഫോക്കസും വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഉത്തരമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. രാവിലെ എഴുന്നേറ്റുടൻ നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്കും ഇമെയിലിനും പഞ്ചസാരയ്ക്കും കോഫിക്കും പുറകെ പോകാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. രാത്രി മുഴുവൻ നിങ്ങളുടെ ശരീരം റെസ്റ്റിലായിരുന്നു. രാവിലെ എഴുന്നേറ്റ ഉടൻ നിങ്ങളുടെ ശരീരം മസ്തിഷ്കത്തിലേക്ക് മെസ്സേജുകൾ അയക്കുന്നു, ആവശ്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷേ എഴുന്നേറ്റ ഉടൻ നിങ്ങൾക്ക് ആ മെസ്സേജ് ലഭിച്ചാലും അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയ്ക്കും കോഫിക്കും അതുപോലെ ഇമെയിൽ ചെക്ക് ചെയ്യുന്നതിനും പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ അവോയ്ഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ അവഗണിക്കുകയും. രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്ന സ്വഭാവം വളരെ പെട്ടെന്ന് ബെനിഫിറ്റ് കൊണ്ടുവരുമെന്നല്ല പറയുന്നത്. പക്ഷേ ഓവർ ടൈം ഇതൊരു സ്വഭാവമാക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ മാനസിക ശാരീരിക തലത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സഹായിക്കും. ഇത് നിങ്ങളുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യും. ഈ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അവരുടെ ശരീരത്തിന് എങ്ങനെ ബാലൻസ് ചെയ്യാൻ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലൈഫ് ഒരു സ്ട്രഗിളായിട്ട് തോന്നുകയില്ല, പകരം ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണപ്പെടും. പ്രഭാതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള അടുത്ത മെത്തേഡാണ് സൂര്യപ്രകാശം കൊള്ളുക എന്നത്. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ശരീരത്തിലേക്ക് മെസ്സേജുകൾ ലഭിക്കുന്നു. സൂര്യപ്രകാശം നിങ്ങളുടെ ശരീരത്തിലും മസ്തിഷ്കത്തിലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. മിക്ക ആളുകളും രാവിലെ തന്നെ വാതിലുകൾ അടച്ച് അകത്തിരിക്കുന്നു. എന്നാൽ രാവിലെ സൂര്യപ്രകാശം കൊള്ളുക എന്നത് നിങ്ങളുടെ ഊർജ്ജത്തെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച മാർഗമാണ്. നിങ്ങളുടെ മൂഡിനെ മാത്രമല്ല ഓവറോൾ വെൽബീയിങ്ങിനെയും സൂര്യപ്രകാശം കൂടുതൽ നല്ലതാക്കുന്നു. രാവിലെയുള്ള സൂര്യപ്രകാശം നിങ്ങളുടെ ശരീരത്തെ വെറുതെ ചൂടാക്കുകയില്ല, പകരം ഇത് നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്കിനെ ആക്ടിവേറ്റ് ചെയ്യും. ഇത് ഒരു ബയോളജിക്കൽ ട്രിഗറായിട്ട് പ്രവർത്തിക്കും. നിങ്ങളെ കൂടുതൽ ഉന്മേഷവാനാക്കാൻ സൂര്യപ്രകാശത്തിന് സഹായിക്കും. നിങ്ങളുടെ ശരീരം പ്രവർത്തിക്കുന്നത് സിർക്കാഡിയം ക്ലോക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ക്ലോക്കിനെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ ഉണർവോടും ഉന്മേഷത്തോടും ജീവിക്കാൻ സാധിക്കും. നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോൺ പ്രൊഡക്ഷൻ, മെറ്റബോളിസം, ഡൈജഷൻ തുടങ്ങി എല്ലാം ഈ ഒരു ക്ലോക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ക്ലോക്ക് സൂര്യപ്രകാശവുമായി വളരെയധികം സെൻസിറ്റീവാണ്. സൂര്യപ്രകാശം, അതായത് നാച്ചുറൽ ലൈറ്റ്, നിങ്ങളുടെ കണ്ണിലേക്ക് അടിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ പോകുന്നു. രാവിലെ എഴുന്നേൽക്കേണ്ട സമയമായി, ഉണരേണ്ട സമയമായി. സൂര്യപ്രകാശം ഈ ക്ലോക്കിനെ റെഗുലേറ്റ് ചെയ്യുന്നു. സൂര്യപ്രകാശം നിങ്ങളുടെ ശരീരത്തിലെ കോർട്ടിസോൾ പ്രൊഡക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നു. രാവിലെയുള്ള സമയത്ത് കോർട്ടിസോൾ അതിൻ്റെ പീക്കിലെത്തുന്നു. എന്നാൽ സൂര്യപ്രകാശത്തിന് അതിനെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. രാവിലെ എഴുന്നേറ്റ് സൂര്യപ്രകാശത്തിലേക്ക് വരുന്നില്ല, ഇരുണ്ട മുറിയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു കോർട്ടിസോൾ റെസ്പോൺസ് കുറയുന്നു. രാവിലെ എഴുന്നേറ്റ് സൂര്യപ്രകാശത്തിൽ 15 മുതൽ 30 മിനിറ്റ് ഇരിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. രാവിലെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള മോർണിംഗ് ലൈറ്റ് ലഭിക്കുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെപ്പറ്റി ഒരു സ്റ്റഡിയിൽ ഇങ്ങനെ പറയുന്നു. അവർ കൂടുതൽ വേക്ക്ഫുള്ളാകുന്നു, ജാഗ്രതമാകുന്നു, അതുപോലെ തന്നെ അവരുടെ മൂഡ് ഇമ്പ്രൂവ് ആകുന്നു, ബെറ്റർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നു. സൺലൈറ്റ് നിങ്ങളുടെ ശരീരത്തിലെ സെറോട്ടോണിൻ്റെ പ്രൊഡക്ഷനെ വർദ്ധിപ്പിക്കുന്നു. സന്തോഷത്തിൻ്റെയും വെൽബീയിങ്ങിൻ്റെയും ഫീലിംഗ് ഉണ്ടാക്കുന്നത് സെറോട്ടോണിൻ്റെ പ്രൊഡക്ഷനാണ്. രാവിലെ എഴുന്നേറ്റ ഉടൻ സൂര്യപ്രകാശം കൊള്ളുന്നതിലൂടെ സീസണൽ ഡിപ്രഷൻ ഉണ്ടാകുന്ന ആളുകളിൽ വളരെയധികം മൂഡ് ബെറ്റർ ആകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സൺലൈറ്റ് കൊള്ളുന്നതിൻ്റെ അടുത്ത പ്രധാന പ്രയോജനം മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. മെലാറ്റോണിൻ ഉറക്കത്തിന് വേണ്ടിയുള്ള ഹോർമോണാണ്. ഇരുട്ടത്താണ് അത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുകയും ഇരുണ്ട മുറിയിലിരിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ സ്ലീപ്പിയായി തോന്നുന്നു. എന്നാൽ സൂര്യപ്രകാശത്തിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം നിൽക്കുന്നു. രാവിലെ എഴുന്നേറ്റ് സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശരീരത്തിലേക്ക് ഒരു സിഗ്നൽ പോകുന്നു, രാത്രി അവസാനിച്ചു, പകലായി, ആക്റ്റീവ് ആകേണ്ട സമയമായി. ഇതിലൂടെ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങുന്നത് സ്ലീപ്പ് സൈക്കിളിനെ കൂടുതൽ ബെറ്ററാക്കുന്നു. വളരെ വേഗത്തിൽ രാത്രി ഉറങ്ങുന്നതിനും രാവിലെ എഴുന്നേൽക്കുന്നതിനും ഇത് സഹായിക്കും. ആളുകൾ ചിന്തിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് കോഫി കുടിച്ച് കിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. എന്നാൽ കോഫി കുടിച്ച് ഉണർവാക്കുന്നതിലും എത്രയോ നല്ലതാണ് രാവിലെയുള്ള സൂര്യപ്രകാശവും ഒരു ഗ്ലാസ് ജലവും കൊണ്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നാച്ചുറലായിട്ട് ഉണർത്തുന്നതാണ്. ശരീരത്തിന് ക്ഷീണമുണ്ടാകുന്ന മറ്റൊരു കോമ്പോസിഷനാണ് അഡിനോസിൻ. കോഫി കുടിക്കുമ്പോൾ ഇതിൻ്റെ കോമ്പോസിഷനെ ടെമ്പററായിട്ട് ബ്ലോക്ക് ആക്കുന്നു. പക്ഷേ സൺലൈറ്റിനെ നാച്ചുറലായിട്ട് അഡിനോസിനെ ബാലൻസ് ചെയ്യാനും സസ്റ്റൈനബിൾ ആയിട്ടുള്ള എനർജിയെ കൊണ്ടുവരാനും സാധിക്കും. പക്ഷേ നമ്മൾ കാപ്പി കുടിക്കുമ്പോൾ അഡിനോസിനെ ഒരു ക്രാഷ് ഉണ്ടാക്കി ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്.
സൂര്യപ്രകാശം രാവിലെ കൊള്ളുന്നതിലൂടെ മറ്റൊരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡിയുടെ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നു എന്നാണ്. സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്യുമ്പോൾ വിറ്റാമിൻ ഡി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. വിറ്റാമിൻ ഡി നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും ഇമ്മ്യൂൺ ഫംഗ്ഷനും മാനസിക ആരോഗ്യത്തിനും വളരെയധികം പ്രധാന പങ്ക് വഹിക്കുന്നു. അതുപോലെ വിറ്റാമിൻ ഡി നമ്മളുടെ ശരീരത്തിൽ ക്ഷീണം ഉണ്ടാകുന്നതിനും ഡിപ്രഷനും ശരീരം ക്ഷീണിക്കുന്നതിനും നാച്ചുറലായിട്ടുള്ള ജൈവികമായ പ്രകൃതിദത്തമായി കിട്ടുന്ന വിറ്റാമിനാണ്. അടച്ചിട്ട റൂമിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ വിറ്റാമിൻ നഷ്ടപ്പെടുന്നു. ആർട്ടിഫിഷ്യൽ ലൈറ്റുകൾ അതുപോലെ റൂമിലും സൂര്യപ്രകാശത്തിൻ്റെ വേവ് ലെങ്ത്തുള്ള ചില ലൈറ്റുകൾക്ക് സൂര്യപ്രകാശത്തിന് സമാനമായി ശരീരത്തെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ലൈറ്റുകൾ ലഭ്യമാണ്. അത് ഓഫീസിൽ തന്നെ ഇരുന്നു കൊണ്ട് വിൻഡോയുടെ അടുത്തിരിക്കുന്നവർ കൂടുതലായിട്ട് പ്രൊഡക്റ്റീവ് ആവുന്നതായി കണ്ടിട്ടുണ്ട്. അവർക്ക് കൂടുതൽ ഉണർവും ഉന്മേഷവും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. സൂര്യപ്രകാശത്തിന് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജത്തെ കൂട്ടാനും അതുപോലെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും സഹായിക്കും. സൂര്യപ്രകാശത്തിൻ്റെ കളറും ടെമ്പറേച്ചറും ഓരോ സമയവും മാറിക്കൊണ്ടിരിക്കുന്നു. രാവിലെയുള്ള പ്രകാശത്തിൻ്റെ നിറമല്ല ഉച്ചയ്ക്കും അതുപോലെ വൈകിട്ടും. ദിവസത്തിൽ ചൂടും ഒരേപോലെയല്ല. ഈ സൂര്യപ്രകാശത്തിൻ്റെ വ്യത്യസ്ത നിറവും ചൂടും ഓരോ ബയോളജിക്കൽ പ്രോസസ്സിനെയും വ്യത്യസ്ത രീതിയിൽ ഉത്തേജിപ്പിക്കുന്നു. രാവിലെയുള്ള ഒരു ബ്ലൂയിഷ് ടോണിന് ശരീരത്തെ ജാഗ്രതമാക്കുന്നതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ബ്ലൂ ലൈറ്റ് നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്നു. ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ ട്രിക്ക് ചെയ്യപ്പെടുന്നു. ഡിജിറ്റൽ ഡിവൈസിൽ നിന്നുള്ള നീല വെളിച്ചം കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഉണരേണ്ട സമയമായി എന്നാണ്. നിങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സൈക്കിളിനെ ഫോളോ ചെയ്യുക, നിങ്ങളുടെ ശരീരം കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കും. രാവിലെയുള്ള സൂര്യപ്രകാശം ശരീരത്തിൽ പതിക്കുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യാനും കലോറീസ് ബേൺ ചെയ്യുന്നതിനും സഹായിക്കും. പഠനങ്ങൾ പറയുന്നത് രാവിലെ സൂര്യപ്രകാശം കൊള്ളുന്ന ആളുകൾക്ക് കൂടുതൽ നല്ല രീതിയിൽ മെറ്റബോളിക് ഫംഗ്ഷൻ ഉണ്ടാവുന്നതെന്നാണ്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മെറ്റബോളിക് ഫംഗ്ഷൻ അവർക്കുണ്ടാവുന്നു. ഇതിൻ്റെ കാരണം പ്രകാശം ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്ത് വിശപ്പിനെ റെഗുലേറ്റ് ചെയ്യുന്നു. സൂര്യപ്രകാശം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിനായിട്ട് രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം ഒരല്പം സൂര്യപ്രകാശം കൊള്ളുക എന്നതാണ്. ഇതിനായിട്ട് നിങ്ങൾക്കൊരു ഷോർട്ട് മോർണിംഗ് വാക്കിന് പോകാം. അതല്ലെങ്കിൽ വിൻഡോയുടെ അടുത്ത് നിന്ന് സൂര്യപ്രകാശം കൊള്ളാം. 10-15 മിനിറ്റ് മാത്രമുള്ള ഈ ഒരു ചെറിയ പ്രവൃത്തി നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിനെ ബെറ്ററാക്കും. ഈ സമയത്ത് നിങ്ങൾ സൺഗ്ലാസ് ധരിക്കരുത്. നിങ്ങളുടെ കണ്ണുകളിലേക്ക് ഡയറക്റ്റായിട്ട് പ്രകാശം ലഭിക്കണം. ഒരുപക്ഷെ നിങ്ങൾ തണുത്ത പ്രദേശത്താണ് താമസിക്കുന്നത് എങ്കിൽ വിൻ്റർ സമയത്ത് സൂര്യപ്രകാശം കുറവായിരിക്കും. എങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് ബോക്സ് ഡിവൈസുകൾ ഉപയോഗിക്കാം. ഇത് നാച്ചുറൽ ലൈറ്റ് പോലെ മിമിക് ചെയ്യുന്ന ഒന്നാണ്. അതിന് നിങ്ങളുടെ ശരീരത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് സൂര്യപ്രകാശത്തിനുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റീപ്ലേസ്മെൻ്റ് അല്ല. പക്ഷേ തണുത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് സൂര്യപ്രകാശം ലഭിക്കാതിരിക്കുമ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ദിവസവും സൂര്യപ്രകാശം കൊള്ളുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. പക്ഷേ നിങ്ങൾക്ക് അവയർനെസ് ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് ഡിജിറ്റൽ ഡിവൈസിൽ നിന്നുള്ള പ്രകാശത്തെ സ്വീകരിക്കുന്നത് നോർമലായിട്ടുള്ള നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. ഇതിന് ഏറ്റവും നല്ല പരിഹാരം എന്നത് രാവിലെ മൊബൈൽ ഫോണും മറ്റും ഉപയോഗിക്കുന്നതിന് പകരം എഴുന്നേറ്റ് പുറത്തേക്ക് പോകുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരം ചലിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരു രാത്രി മുഴുവൻ നിങ്ങളുടെ ശരീരം സ്റ്റില്ലായി കിടക്കുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ മസിൽ സ്റ്റിഫായിരിക്കും. സർക്കുലേഷൻ, രക്തചംക്രമണം കുറവായിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബോഡി ഒരു ട്രാൻസിഷൻ്റെ സ്റ്റേറ്റിലായിരിക്കും. അതായത് ഉണർവിൻ്റെയും ഉറക്കത്തിൻ്റെയും ഇടയിലുള്ള സമയമായിരിക്കും. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി ആക്റ്റീവാകുന്നു, പൂർണ്ണ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നു. ഇവിടെ സൂര്യപ്രകാശം വളരെ മികച്ച പങ്ക് വഹിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുന്നത് കൂടുതൽ ഉന്മേഷവാനാക്കുന്നതിനുള്ള മറ്റൊരു മെത്തേഡാണ്. രാവിലെ എഴുന്നേറ്റ് സൂര്യപ്രകാശം കൊള്ളുകയും എക്സസൈസ് ചെയ്യുന്നവർക്ക് സീസണലായിട്ടുള്ള ഡിപ്രഷൻ ഇല്ലാതാകുന്നതായി കണ്ടിട്ടുണ്ട്. അതുപോലെ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുകയും ഫോക്കസ് വർദ്ധിക്കുകയും ചെയ്യുന്നു. കൂടുതൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നതിന് ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം. രാവിലെ എഴുന്നേറ്റ് ചെറിയ രീതിയിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകളോ യോഗയോ ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ ശരീരം സ്റ്റാറ്റിക് പൊസിഷനിലായിരുന്ന സമയത്തുള്ള എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കി കൂടുതൽ ഉണർവ് ലഭിക്കുന്നതിന് സഹായിക്കും. ചെറിയ രീതിയിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യുന്ന നെർവസ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യും. മാത്രമല്ല ഈ ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾക്ക് നിങ്ങളുടെ ശരീരത്തിലെ മസിലുകളിലേക്കുള്ള രക്തയോട്ടം കൂട്ടാൻ സഹായിക്കും. ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ പോസ്റ്ററിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ചെറിയ ചെറിയ മൂവ്മെൻറ്റുകൾ, അതായത് കൈകൾ തലയ്ക്ക് മുകളിലേക്ക് പോകുക, സ്ട്രെച്ച് ചെയ്യുക, നട്ടെല്ല് ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുക,
മുൻപോട്ടും പിൻപോട്ടും കുനിയുക തുടങ്ങിയ ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ നല്ല മാറ്റം കാണാൻ സാധിക്കും. യോഗ വളരെ നല്ലൊരു എക്സസൈസാണ്. സ്ട്രെച്ചിങ്ങിനെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ് യോഗ. ഇതിൽ തന്നെ ശ്വാസ നിയന്ത്രണവും മൈൻഡ്ഫുൾനെസ്സും ഉണ്ട്. വെറും 5 മിനിറ്റുള്ള യോഗ സെഷന് പോലും നമ്മുടെ നെർവസ് സിസ്റ്റത്തെ റീസെറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ രാവിലെയുള്ള ഉറക്കച്ചടവിനെയും കുറഞ്ഞ മെൻ്റൽ ഫോക്കസിനെയും കൂട്ടുന്നതിന് യോഗ സഹായിക്കും. സൂര്യ നമസ്കാരം വളരെ നല്ലൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ ഓക്സിജനെ കൂടുതലായി എടുക്കുന്നതിന് സൂര്യ നമസ്കാരം സഹായിക്കും. നിങ്ങളുടെ സ്പൈനൽ അലൈൻമെൻറ്റിനും ഈ യോഗ സഹായിക്കുന്നതാണ്. രാവിലെ ഒരു ദിവസം തുടങ്ങുന്നതിനുള്ള ഏറ്റവും നല്ല വഴികളിൽ ഒന്നാണ് സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റികൾ. നിങ്ങൾ ഡൈനാമിക് ആയിട്ടുള്ള മൂവ്മെൻ്റാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നടത്തം വളരെ നല്ലൊരു മെത്തേഡാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിൽ രക്തചംക്രമണത്തെ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ രാവിലെ നടക്കാൻ പോകുമ്പോൾ ശരീരത്തിൻ്റെ ചലനത്തിനോടൊപ്പം തന്നെ കൂടുതൽ ഫ്രഷ് ആയിട്ടുള്ള എയർ ലഭിക്കുകയും നിങ്ങളുടെ ബ്രെയിൻ ഫംഗ്ഷൻ ബെറ്റർ ആകുന്നു. റിസർച്ചുകൾ പറയുന്നത് രാവിലെ എഴുന്നേറ്റ് 20 മുതൽ 30 മിനിറ്റ് വരെ നടക്കാൻ പോവുകയാണെങ്കിൽ അത് വളരെയധികം നല്ല രീതിയിൽ മെറ്റബോളിക് ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യിക്കുകയും ആരോഗ്യം ബെറ്റർ ആക്കുകയും ചെയ്യും. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സിർക്കാഡിയൻ റിതത്തെ ബേസ് ചെയ്തിട്ടുള്ള ബയോളജി ക്ലോക്കിനെ നാച്ചുറലായി പ്രവർത്തിപ്പിക്കുന്നതിന് ഈ വഴികൾ സഹായിക്കും. രാവിലെയുള്ള എക്സസൈസുകൾ നിങ്ങളുടെ ബോഡിയെ എഴുന്നേൽക്കാനും കൂടുതൽ ഉണർവിലേക്ക് നയിക്കാനുമുള്ള ഒരു മെസ്സേജാണ് നൽകുന്നത്. അത് നിങ്ങളുടെ ഫോക്കസിനെ വർദ്ധിപ്പിക്കുന്നു, സ്റ്റാമിന കൂട്ടുന്നു. രാവിലെയുള്ള ലൈറ്റായിട്ടുള്ള എക്സസൈസുകൾക്ക് സ്ട്രെസ്സിനെയും കുറയ്ക്കാൻ സാധിക്കും. നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ എൻഡോർഫിൻ റിലീസ് ചെയ്യുന്നു. എൻഡോർഫിൻ വേദന സംഹാരിയായി പ്രവർത്തിക്കുന്നു. ഈ കെമിക്കലുകൾക്ക് നിങ്ങളുടെ മൂഡിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്ട്രെസ് ടെൻഷനോട് കൂടിയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ മൂവ്മെൻറ്റ് ചെയ്യുക. നിങ്ങളുടൻ തന്നെ റീസെറ്റായി കിട്ടും. ഈ രീതിയിൽ ചെറിയ എക്സസൈസ് ചെയ്യുമ്പോൾ സ്ട്രെസ്സിൻ്റെ സ്റ്റേജിൽ നിന്ന് ബാലൻസിൻ്റെ സ്റ്റേജിലേക്ക് വരും. അതോടൊപ്പം തന്നെ ശരീരത്തിൽ സ്റ്റോർ ആയിട്ടുള്ള എനർജി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എക്സസൈസ് ചെയ്യുക. അപ്പോൾ സ്റ്റോർഡായ എനർജി ഫ്യൂലായി മാറുന്നു. അതായത് ചെറിയ ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റികൾക്ക് നിങ്ങളുടെ കലോറിയെ ബേൺ ചെയ്ത് വെയിറ്റ് മാനേജ്മെൻറ്റ് ചെയ്യാനും വളരെ പ്രയോജനമായിട്ട് പ്രവർത്തിക്കാം. ലൈറ്റ് എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പ് 1 ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. അത് നിങ്ങളുടെ മുഴുവൻ ഫംഗ്ഷനെയും ബെറ്ററാക്കും. അതുകൊണ്ട് തന്നെ രാത്രി മുഴുവൻ ഉറങ്ങിയതിന് ശേഷം ഡീഹൈഡ്രേഷനിലാണ്. രാത്രി മുഴുവൻ ഉറങ്ങുമ്പോൾ നമ്മൾ ഡീഹൈഡ്രേഷനിലാണ്. ശേഷം എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും 1 ഗ്ലാസ് വെള്ളം കുടിക്കാൻ മറക്കരുത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മോർണിംഗ് മോട്ടിവേഷൻ ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ഒരു കാര്യം വളരെ ചെറിയ രീതിയിൽ തുടങ്ങാവുന്നതാണ്. ഒരു മോർണിംഗ് വാക്കിന് പോവുക, അതോടൊപ്പം തന്നെ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക, അതോടൊപ്പം ശ്വസന പ്രക്രിയയും ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്ക്വാട്സ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കീ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള റിതമിക് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നതാണ്. ഇതൊരിക്കലും ഫോഴ്സ് ആയിട്ട് ചെയ്യേണ്ടത് ആവശ്യമില്ല. ജസ്റ്റ് ഒരു മൂവ്മെൻറ്റത്തെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ശേഷം കൂടുതൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. സക്സസ്ഫുള്ളായ മിക്ക ആളുകളും അവരുടെ ഡെയിലി റൂട്ടീനിൽ മോർണിംഗ് മൂവ്മെൻറ്റ് ഒരു പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. അത്ലറ്റ്സ് ആയിക്കൊള്ളട്ടെ, ഹൈ പെർഫോമേഴ്സ് ആയിക്കൊള്ളട്ടെ, ബിസിനസ്മെൻ ആയിക്കൊള്ളട്ടെ, രാവിലെയുള്ള മൂവ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ അവർ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു. അവർ അവരുടെ റെസിലിയൻസിനെ കൂട്ടുന്നതിനായിട്ട്, സ്ഥിരോത്സാഹത്തെ വർദ്ധിപ്പിക്കുന്നതിനായിട്ട്, മോർണിംഗ് മോട്ടിവേഷനായിട്ട് എക്സസൈസിനെ കാണുന്നു. നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡി മൈൻഡ് കണക്ഷൻ ഡെവലപ്പ് ചെയ്യുകയാണ്. രാവിലെയുള്ള ഈ ചെറിയ മൂവ്മെൻറ്റിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങളെ ഡിസിപ്ലിൻഡ് ആക്കി മാറ്റുന്നു. മാത്രമല്ല രാവിലെ എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളെ കൂടുതൽ വൈറ്റാലിറ്റി ഉള്ളവരാക്കി മാറ്റുന്നു. നിങ്ങളുടെ ബോഡിയുടെ നാച്ചുറൽ എനർജി സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് ലൈറ്റ് എക്സസൈസുകളോ യോഗയോ ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ഷിഫ്റ്റ് കാണാൻ സാധിക്കും. അവർ കൂടുതൽ കേപ്പബിളായിട്ട് ഫീൽ ചെയ്യും. അവരുടെ മാനസികാരോഗ്യം കൂടുതൽ നല്ല രീതിയിൽ മെച്ചപ്പെടും. അവരുടെ ഓരോ ദിവസത്തെയും അവർ ഓൺ ചെയ്യും. കാരണം കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നതിനുള്ള ഹോർമോണുകളെ അവർ എക്സസൈസ് ചെയ്യുമ്പോൾ ഉത്പാദിപ്പിക്കുകയാണ്. എക്സസൈസിന് ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നതാണ്. രാത്രി മുഴുവൻ മണിക്കൂറുകളോളം നിങ്ങളുടെ ശരീരം ഡീഹൈഡ്രേഷനിലാണ്, അതുപോലെ തന്നെ ഭക്ഷണമില്ലാത്ത അവസ്ഥയിൽ. ഈ ഒരു സമയത്ത് ന്യൂട്രിയൻസിനെ ബാലൻസ് ആക്കുന്നതിനായിട്ട് ശരീരം സെർച്ച് ചെയ്യും. ഈ സമയത്ത് ശരിയായ ന്യൂട്രിയൻസ് നിങ്ങൾ ശരീരത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് എല്ലാം വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടും. ഒരു വ്യക്തി രാവിലെ എന്താണോ കഴിക്കുന്നത് അത് ആ വ്യക്തിയുടെ മുഴുവൻ ദിവസത്തെ എങ്ങനെ ഫീൽ ചെയ്യിക്കും എന്ന് ഡിപ്പെൻഡ് ചെയ്യും. മിക്ക ആളുകളും അവരുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഒഴിവാക്കുന്നു.
ഇത് എനർജി ക്രാഷിലേക്ക് നയിക്കുന്നു. കൂടുതലായിട്ടുള്ള ക്രേവിംഗ് ഉണ്ടാകുന്നു, സ്ട്രെസ്സിനെ ഇൻക്രീസ് ചെയ്യിക്കുന്നു. ഒരു ബാലൻസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും കഴിക്കുക എന്നല്ല, നിങ്ങളുടെ ശരീരത്തിന് വേണ്ട റൈറ്റ് കോമ്പിനേഷനുള്ള മൈക്രോ ന്യൂട്രിയൻസ് നൽകുക എന്നതാണ്. 3 കാര്യങ്ങൾ നിങ്ങളുടെ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം: പ്രോട്ടീൻ, ഹെൽത്തി ഫാറ്റ്സ്, കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സുകൾ. ഈ 3ഉം കഴിക്കുമ്പോഴാണ് നിങ്ങളുടെ ബ്ലഡ് ഷുഗറിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കുന്നത്. വിശന്നിരിക്കുന്നത് പെട്ടെന്നുള്ള കോർട്ടിസോൾ ഹൈക്കിന് കാരണമാകുന്നു. ബാലൻസ് ആയ ഭക്ഷണം കഴിക്കുന്നത് ഫോക്കസിനും എനർജി ലെവലിനും സഹായിക്കും. ദിവസം മുഴുവൻ ഹൈയിലേക്കും ലോവിലേക്കും ഇമോഷൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം ഭക്ഷണമാണ്. പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഹെവി ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങളും നിങ്ങളുടെ മൂഡിനെ അപ്പ് ഡൗണിലേക്ക് കൊണ്ടുപോകും. പ്രഭാത ഭക്ഷണത്തിൽ നിങ്ങൾ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം പ്രോട്ടീനാണ്. പ്രോട്ടീൻ കഴിക്കുന്നത് മസിൽ റിപ്പയറിങ്ങിനും ക്രേവിംഗ് കുറയ്ക്കുന്നതിനും കൂടുതൽ സമയം വിശപ്പില്ലാതിരിക്കുന്നതിനും സഹായിക്കും. പ്രോട്ടീൻ ലഭിക്കുന്നതിനായിട്ട് മുട്ട, ഗ്രീക്ക് യോഗട്ട്, നട്ട്സ്, സീഡ്സ്, ലീൻ മീറ്റൊക്കെ കഴിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ ബ്രെയിനിൽ ഡോപ്പാമിൻ്റെ നാച്ചുറലായിട്ടുള്ള ബൂസ്റ്റിന് സഹായിക്കും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നിങ്ങളുടെ മൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ നിങ്ങളുടെ ഭക്ഷണത്തിലെ എസൻഷ്യൽ പാർട്ടാക്കുക. അടുത്തതായിട്ട് ഹെൽത്തി ഫാറ്റുകളാണ്. ഫാറ്റ് നിങ്ങളുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കുമെന്നുള്ള പഴയ വിശ്വാസങ്ങളെ ഉപേക്ഷിക്കും. ഫാറ്റ് നിങ്ങളുടെ ബ്രെയിൻ ഫംഗ്ഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സെല്ലുലാർ ഹെൽത്തിനും ഹോർമോൺ പ്രൊഡക്ഷനും ഫാറ്റ് അത്യാവശ്യമാണ്. അവക്കാഡോ, നട്ട്സ്, സീഡ്സ്, ഒലീവ് ഓയിൽ, ഫാറ്റി ഫിഷ്, സാൽമൺ പോലുള്ള മീനുകൾ എല്ലാം വളരെയധികം ഫാറ്റ് നിറഞ്ഞതാണ്. ഇവയെല്ലാം ഫാറ്റ് ലഭിക്കുന്നതിനുള്ള എക്സലൻറ്റ് സോഴ്സാണ്. ഇത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷനെ സ്ലോ ചെയ്യുന്നു. മാത്രമല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എനർജിയും ലഭിക്കുന്നു. ഇത് ബ്ലഡ് ഷുഗറിനെ ക്രാഷ് ചെയ്യാതെ തന്നെയാണ് എനർജി ലഭിക്കുന്നതിന് സഹായിക്കുന്നത്. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുക. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് അല്ല കഴിക്കേണ്ടത്. കാരണം റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ശരീരത്തിലെ ബ്ലഡ് ഷുഗറിനെ വളരെ പെട്ടെന്ന് ഉയർത്തുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള എനർജി നൽകുന്നു. ഹോൾ ഗ്രെയിൻ, അതുപോലെ ഓട്സ്, സ്വീറ്റ് പൊട്ടറ്റോ, ഫൈബർ റിച്ച് ആയിട്ടുള്ള പഴങ്ങൾ, ഇവയെല്ലാം ശരീരത്തിന് സ്ലോ ആയിട്ടും സ്റ്റഡി ആയിട്ടും ഗ്ലൂക്കോസ് നൽകുന്നു. ചില ആളുകൾക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ ക്രേവിംഗ് ഉണ്ടാവാറുണ്ട്. അതിനെ ഇല്ലാതാക്കുന്നതിന് ഈ രീതിയിലുള്ള ഭക്ഷണക്രമം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ബെറ്റർ ആക്കുന്നു, മെൻ്റൽ അലേർട്ട്നെസ്സും വർദ്ധിപ്പിക്കുന്നു. രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഇല്ലാത്ത പ്രഭാത ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ശരീരത്തിന് വേണ്ട ഊർജം ലഭിക്കില്ല. ഇങ്ങനെ സംഭവിക്കുമ്പോൾ മുഴുവൻ ദിവസവും കോർട്ടിസോൾ ലെവൽ വളരെ കൂടുതലായിരിക്കും. അത് സ്ട്രെസ്സിനെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കും. രാവിലെ കോർട്ടിസോൾ ലെവൽ ഓട്ടോമാറ്റിക്കായി കൂടുതലായിരിക്കും. ഇത് നിങ്ങളെ വേക്ക്ഫുൾനെസ്സിലേക്കും അലർട്ട്നെസ്സിലേക്കും നയിക്കുന്നതിന് സഹായിക്കും. പക്ഷേ നിങ്ങൾ രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഈ കോർട്ടിസോൾ ലെവൽ കുറയുന്നില്ല. ശരീരം മുഴുവൻ സമയവും സ്ട്രെസ്സിലിരിക്കും. ഇങ്ങനെ കോർട്ടിസോൾ ലെവൽ കൂടുതലായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഇറിറ്റേഷൻ തോന്നും, ആങ്സൈറ്റി ഉണ്ടാവുകയും അതുപോലെ തന്നെ ഓവറോൾ സെൻസ് ഓഫ് ഇംബാലൻസ് ഉണ്ടാവുകയും. പ്രഭാത ഭക്ഷണത്തെ പറ്റിയുള്ള ഒരു പഠനത്തിൽ പറയുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരിൽ കോർട്ടിസോൾ ലെവൽ വളരെ കുറവായിട്ട് കാണപ്പെടുന്നു. എന്നാൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവരിൽ കോർട്ടിസോൾ ലെവൽ വളരെ കൂടുതലായിട്ടും കാണപ്പെടുന്നു. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രഭാത ഭക്ഷണത്തിന് നിങ്ങളുടെ സ്ട്രെസ് ലെവലിനെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ്. പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുകയോ ന്യൂട്രിയൻസ് ഇല്ലാത്ത പ്രഭാത ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് മുഴുവൻ ദിവസവും സ്ട്രെസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെയും മാനസികാരോഗ്യത്തെയും ബാധിക്കുന്നു. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള, ഫാറ്റ് അടങ്ങിയിട്ടുള്ള, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഒരു നല്ല മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങളെ മുഴുവൻ ദിവസവും സന്തോഷമാക്കി വയ്ക്കാനും അതുപോലെ എനർജിയോടുകൂടി പ്രവർത്തിക്കാനും സഹായിക്കും. ഇത് നിങ്ങൾക്ക് എനർജി നൽകുക മാത്രമല്ല, ശരീരത്തിൻ്റെ സ്ട്രെസ് റെസ്പോൺസിനെ ബാലൻസ് ചെയ്യാൻ. ആളുകൾ ചെയ്യുന്ന വളരെ വലിയൊരു തെറ്റ് രാവിലെ എഴുന്നേറ്റുടൻ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും അതുപോലെ തന്നെ ഷുഗർ സിറപ്പുകൾ നിറഞ്ഞ ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ പാസ്ട്രികൾ, ഫ്ലേവറുകൾ ചേർത്ത് കോഫി കുടിക്കുകയും ചെയ്യുക എന്നതാണ്. ഇങ്ങനെ ഫ്ലേവറുകൾ ചേർത്ത് കോഫി കുടിക്കുകയും അതുപോലെ ഷുഗർ നിറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഷുഗർ ക്രഷ് ഉണ്ടാകുന്നു. വളരെ പെട്ടെന്ന് എനർജി ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ ശരീരം ക്ഷീണിക്കുന്ന അവസ്ഥയിലേക്കും പോകും. എക്സോഷൻ ഉണ്ടാകുന്നു. അങ്ങനെ പെട്ടെന്ന് ഗ്ലൂക്കോസ് ശരീരത്തിൽ കുറയുമ്പോൾ നിങ്ങളുടെ ശരീരം കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കും. അങ്ങനെയാണ് ശരീരം ബാലൻസ് റീസ്റ്റോർ ചെയ്യുന്നത്. ഇത് സ്ട്രെസ്സിൻ്റെയും എനർജി ഫ്ലക്ച്വേഷൻ്റെയും ഒരു സൈക്കിളിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻ്റ് അടങ്ങിയ ഹോളായിട്ടുള്ള ഒരു ഭക്ഷണം നിങ്ങൾ കഴിക്കും. സ്ക്രാമ്പിൾഡ് എഗ്സ്, അവക്കാഡോ, ഹോൾ ഗ്രെയിൻ ടോസ്റ്റ് ശരീരത്തിന്
ശരിയായ രീതിയിലുള്ള മാക്രോ ന്യൂട്രിയൻസ് ലഭിച്ചു കഴിയുമ്പോൾ അതിൻ്റെ കോഗ്നിറ്റീവ് പെർഫോമൻസ് വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുന്നു. മാത്രമല്ല ഓർമ്മശക്തി വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റിയും കൂടുന്നു. നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളെ കൂടുതൽ പ്രൊഡക്റ്റീവാക്കി മാറ്റുന്നു. ഇത് നിങ്ങളുടെ അനാവശ്യമായ ഇൻസുലിൻ ഹൈക്കിനെ അല്ലെങ്കിൽ കോർട്ടിസോൾ ഹൈക്കിനെ ബാലൻസ് ചെയ്യാനും മുഴുവൻ ദിവസവും ശാന്തമായ മനോസ്ഥിതിയിലൂടെ പ്രവർത്തിക്കാനും സഹായിക്കും. രാവിലെ തന്നെ പ്രോട്ടീനും ഫാറ്റും കോംപ്ലക്സ് കാർബും അടങ്ങിയ ഒരു ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിൽ സാറ്റൈറ്റി ഹോർമോൺസുകളായിട്ടുള്ള ലെപ്റ്റിൻ സ്നാക്സ് കഴിക്കാനുള്ള ആഗ്രഹത്തെ കുറയ്ക്കുന്നു. ഇതിന് പകരം രാവിലെയുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ അധികം ഷുഗർ അടങ്ങിയ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ ക്രേവിങ്ങിനെ വർദ്ധിപ്പിക്കുകയും ഓവർ ഈറ്റിങ്ങിലേക്ക് കൊണ്ടുപോവുകയും ശരീരഭാരം കൂട്ടുകയും ചെയ്യും. മിക്ക ആളുകളും ഈ വേക്കിംഗ് വേൾഡിലേക്ക് രാവിലെ എഴുന്നേൽക്കുന്നു കഴിഞ്ഞ ദിവസത്തെ ഇംപ്രഷൻഡ് ആയിട്ടുള്ള ഇമോഷനും ടെൻഷനും സ്ട്രെസ്സും ഓർത്തുകൊണ്ടാണ്. അവർ അറിഞ്ഞോ അറിയാതെയോ കഴിഞ്ഞ ദിവസത്തെ ടെൻഷനെ ഹോൾഡ് ചെയ്തുകൊണ്ട് ആ ഓർമ്മകളിൽ അടുത്ത ദിവസത്തെ തുടങ്ങുന്നു. ഈ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്യുന്നതിനായിട്ടാണ് സെഞ്ച്വറികളിലായിട്ട് വിവിധ ഭാഗങ്ങളിൽ മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനും പ്രാക്ടീസ് ചെയ്യുന്നത്. മനസ്സിൻ്റെ ഉള്ളിലെ ശബ്ദത്തെ നിയന്ത്രിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിത സാഹചര്യത്തെ നിർമ്മിക്കുന്നതിനായിട്ടും മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനും പ്രാക്ടീസ് ചെയ്യാം. മോഡേൺ സയൻസും ഈ ഒരു കാര്യത്തെ അംഗീകരിക്കുന്നു. കുറച്ച് സമയത്തേക്കുള്ള ഇൻറ്റൻഷണൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളുടെ സ്ട്രെസ്സിന് റിഡ്യൂസ് ചെയ്യുന്നതിനും ഫോക്കസ് വർദ്ധിപ്പിക്കാനും ഓവറോൾ വെൽബീയിങ് മെച്ചപ്പെടുത്താനും സഹായിക്കും. ഈ ബ്രീത്തിങ് എക്സസൈസുകൾ നിങ്ങളുടെ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കുന്നതിനും ആങ്സൈറ്റി ഉത്കണ്ഠയെ കുറയ്ക്കുന്നതിനും വളരെയധികം സഹായിക്കും. മാത്രമല്ല ബ്രീത്തിങ് എക്സസൈസുകൾ കോഗ്നിറ്റീവ് ഫംഗ്ഷനെ കൂടുതലായി മെച്ചപ്പെടുത്തുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരം മെല്ലെയാണ് ഉണരുന്നത്, പക്ഷേ നിങ്ങളുടെ മനസ്സ് റേസ് ചെയ്യാൻ തുടങ്ങും. കഴിഞ്ഞ ദിവസത്തെ ഓർമ്മകൾ, കഴിഞ്ഞ ദിവസത്തെ ഇംപ്രഷനുകൾ നിങ്ങളുടെ വിചാരത്തെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യും. രാവിലെ എഴുന്നേറ്റ ഉടൻ സോഷ്യൽ മീഡിയയുടെ പിറകെ പോകാതെ 5-6 ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ റേസ് ചെയ്യുന്ന വിചാരങ്ങൾ കുറയുകയും മനസ്സ് പ്രസന്റ് മൂമെൻറ്റിലേക്ക് വരികയും ചെയ്യും. സ്ലോ ആയിട്ടുള്ള ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ശ്വാസം എടുക്കുന്ന പ്രക്രിയ നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തെ കാമാക്കുന്നു. ഈ പ്രക്രിയ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ കാമാക്കുമ്പോൾ പ്രസന്റ് മൂമെൻറ്റിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഇതിനായിട്ട് പലതരം ശ്വസന വ്യായാമങ്ങളുണ്ട്. ഒന്ന് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ആണ്, രണ്ടാമത്തത് ബെല്ലി ബ്രീത്തിങ് ആണ്. നീളമുള്ള ഒരു ശ്വാസം മൂക്കിലൂടെ എടുക്കുക. ഈ ശ്വാസം നിങ്ങളുടെ അബ്ഡമൻ വരെ പോകട്ടെ, ശേഷം മെല്ലെ വായിലൂടെ പുറത്തേക്ക് വിടുക. ഇത് നിങ്ങളുടെ ശരീരത്തിൻ്റെ നാച്ചുറൽ റിലാക്സേഷൻ പ്രോസസ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇത് കോർട്ടിസോൾ ലെവൽ കുറയ്ക്കുകയും ശാന്തിയുടെ അനുഭവത്തെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് മെഡിറ്റേഷൻ പരിശീലിക്കാവുന്നത്. മെഡിറ്റേഷനെ പറ്റി പലർക്കും മിഥ്യാധാരണകളാണുള്ളത്. അതായത് വിചാരമില്ലാത്ത അവസ്ഥ വേണം, ശരീരം അനങ്ങരുത് തുടങ്ങിയ മിഥ്യാധാരണകൾ ഇതിൽ ഉൾപ്പെടുന്നു. പക്ഷേ സത്യത്തിൽ മെഡിറ്റേഷൻ എന്നാൽ സിമ്പിളായിട്ടുള്ള അവെയർനെസ്സിൻ്റെ പ്രാക്ടീസ്. മെഡിറ്റേഷൻ ഒരിക്കലും എംപ്റ്റി ആയിട്ടുള്ള മൈൻഡ് ഉണ്ടാവണമെന്ന് നിർദ്ദേശിക്കുന്നില്ല. ഇവിടെ ചെയ്യേണ്ടത് മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒബ്സർവേഷനാണ്. നിങ്ങളുടെ വിചാരങ്ങളെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ നിരീക്ഷിക്കുക. ഒരു പ്രധാനപ്പെട്ട മൈൻഡ്ഫുൾ മെഡിറ്റേഷനാണ് ശ്വാസത്തെ ശ്രദ്ധിക്കുക എന്നത്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ സെൻസേഷനെയും ചുറ്റുപാടുമുള്ള ശബ്ദത്തെയും ശ്രദ്ധിക്കുക. ഇത് ഒരു മൈൻഡ്ഫുൾ മെഡിറ്റേഷനാണ്. ഇത് നിങ്ങളെ പ്രസന്റ് മൂമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ഇങ്ങനെ നിങ്ങൾ പ്രസന്റ് മൂമെൻറ്റിലേക്ക് വരുമ്പോൾ മനസ്സ് ഗ്രാജുവലി ടെൻഷൻ, വറി, ഓവർ തിങ്കിങ്, മുൻപിലുള്ള ആ ദിവസത്തെ പ്രഷർ എല്ലാത്തിൽ നിന്നും മുക്തമാകുന്നു. വെറും 5 മിനിറ്റ് നിങ്ങൾ രാവിലെ മറ്റൊന്നും അനലൈസ് ചെയ്യാതെ നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു ഷിഫ്റ്റ് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. മറ്റൊരു പവർഫുൾ പ്രാക്ടീസാണ് ഗൈഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷനുകൾ ഉപയോഗിക്കുക എന്നത്. ഗൈഡഡ് മെഡിറ്റേഷനുകൾ നിങ്ങളെ റിലാക്സേഷൻ്റെ സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുന്നതാണ്. നന്ദി പ്രകടനം നടത്തുന്ന മെഡിറ്റേഷനുകൾ, സെൽഫ് അവെയർനെസ്സിൻ്റെ മെഡിറ്റേഷനുകൾ, പോസിറ്റീവ് ഇൻറ്റൻഷൻ ഉള്ള മെഡിറ്റേഷനുകൾ, ഇങ്ങനെ ധാരാളം ഗൈഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷനുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള ഗൈഡഡ് മെഡിറ്റേഷനുകൾ നിങ്ങളെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്നതിനായിട്ട് മനസ്സിനെ റീഇൻഫോഴ്സ് ചെയ്യും. പഠനങ്ങൾ പറയുന്നത് മെഡിറ്റേഷൻ നിങ്ങളുടെ ഇമോഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് വളരെ ഈസിയാക്കുന്നതാണ്. മെഡിറ്റേഷൻ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള ശക്തിയെ വർദ്ധിപ്പിക്കുന്നു. ദൈനംദിന വരുന്ന സ്ട്രെസ്സുകളെയും പ്രശ്നങ്ങളെയും ഹാൻഡിൽ ചെയ്യുന്നത് ഈസിയാക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം.
ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, എന്നിട്ട് പൂർണ്ണമായിട്ടും അതിൽ തന്നെ ശ്രദ്ധിച്ച് അതിൻ്റെ തണുപ്പ് അനുഭവിച്ച് കുടിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാവുന്ന മറ്റൊരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് തന്നെയാണ്. ഓരോ ഭക്ഷണ പദാർത്ഥത്തിൻ്റെയും ഫ്ലേവറിനെ രുചിച്ചറിഞ്ഞുകൊണ്ട് അത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെ അറിഞ്ഞുകൊണ്ട് ഭക്ഷിക്കുക. ഇങ്ങനെ മൈൻഡ്ഫുള്ളായിട്ട് ഭക്ഷിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ ദഹന പ്രക്രിയ നടക്കുകയും ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുകയും സോഷ്യൽ മീഡിയയോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് റോങ് ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ്. നിങ്ങളുടെ ഭക്ഷണ പദാർത്ഥത്തെ ടച്ച് ചെയ്യുകയും ചവയ്ക്കുകയും ചെയ്യുമ്പോൾ അതിനെ അനുഭവിക്കുക, ആ ഗ്രൗണ്ടിങ് എക്സ്പീരിയൻസ് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ പുറത്തോട്ട് നടക്കാൻ പോകുമ്പോൾ നേച്ചറിൻ്റെ ആ പ്രഭാത സമയത്തുള്ള തണുപ്പും ഇളം കാറ്റും അനുഭവിക്കുക. കണ്ണുകൾ കൊണ്ട് പ്രകൃതിയെ കാണുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതലായി പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരികയും നിങ്ങളുടെ മനസ്സിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ചലനം നിൽക്കുകയും കൂടുതൽ വ്യക്തതയോടെ ജീവിതത്തെ കാണാൻ സാധിക്കുകയും ചെയ്യും. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിനുണ്ട് മറ്റൊരു പ്രധാന പ്രയോജനം, നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറുന്നത് തടയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മിക്ക ആളുകളും രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ എന്ത് ചെയ്യണം എന്ന ചിന്തയിലൂടെയാണ് എഴുന്നേൽക്കുക. അവർ കൂടുതലായിട്ട് ക്ഷീണിതരാകുന്നു, അതുപോലെ തന്നെ കൂടുതലായി ചിന്തിക്കുന്നു. ആ ദിവസം ചെയ്യാനുള്ള ടാസ്കുകളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നത് അൺനെസസറി ആയിട്ടുള്ള സ്ട്രെസ്സിനെയും ആങ്സൈറ്റിയെയും വർദ്ധിപ്പിക്കുന്നു. മൈൻഡ്ഫുൾനെസ് ഈ ഒരു പ്രാക്ടീസിനെ സ്റ്റോപ്പ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങളുടെ മനസ്സിനെ റീസെറ്റ് ചെയ്യുന്നു. ഒരു ദിവസത്തെ റിയാക്ട് ചെയ്യുന്നതിന് പകരം കൺട്രോളിലെടുക്കാൻ മൈൻഡ്ഫുൾനെസ് നിങ്ങളെ സഹായിക്കും. മൈൻഡ്ഫുൾനെസ്സിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള മറ്റൊരു മെത്തഡാണ് ജേർണലിംഗ്. ജേർണൽ എഴുതുക, നിങ്ങളുടെ വിചാരങ്ങൾ എന്താണ് അത് എഴുതുക, നിങ്ങളുടെ ഫീലിങ്സ് എഴുതുക, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുക, ഗോൾസ് എഴുതുക. ഇത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നതിന് സഹായിക്കും. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള മറ്റൊരു മെത്തഡാണ് ജേർണലിംഗ്. നമ്മൾ ജേർണൽ എഴുതുമ്പോൾ ഒരു താങ്ക് യു നോട്ട് എഴുതുക. അതായത് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന 5 കാര്യങ്ങൾ എഴുതുക. ഇങ്ങനെ നിങ്ങൾ 5 കാര്യങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ വീക്ഷണകോണിനെ പോസിറ്റീവായിട്ട് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. ഇത് രാവിലെ തന്നെ ചെയ്യണം. ഇങ്ങനെ നിങ്ങളുടെ വീക്ഷണകോണിനെ പോസിറ്റിവിറ്റിയിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സമൃദ്ധിയും പോസിറ്റിവിറ്റിയും ഉണ്ടാകും. ഇങ്ങനെ നിങ്ങൾ താങ്ക് യു നോട്ട് എഴുതും, നിങ്ങളുടെ ഹാപ്പിനെസ് വർദ്ധിക്കുന്നു, എനർജി ലെവൽ ഹൈ ആകുന്നു. രാവിലെ മൂവ് ചെയ്യുന്ന സമയത്ത്, രാവിലെ ചലിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആക്റ്റീവ് മെഡിറ്റേഷൻ ചെയ്യാം. വോക്ക് സ്ലോലി, മെല്ലെ നടക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നടക്കുന്ന ഓരോ സ്റ്റെപ്പിലും ശ്രദ്ധ നൽകുക. ശരീരത്തിൻ്റെ മൂവ്മെൻറ്റിനെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ഇങ്ങനെ സ്വയത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട്, സ്വയത്തെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ആക്റ്റീവ് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള കാമായിട്ടുള്ള ഒരു എഫക്റ്റിൽ. അതുപോലെ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞ സ്ട്രെച്ചിങ് എക്സസൈസുകളും മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുക. നിങ്ങൾ ഓരോ പ്രാവശ്യം സ്ട്രെച്ച് ചെയ്യുമ്പോൾ മസിൽസ് എത്രമാത്രം ലെങ്തൻ ആവുന്നു, കോൺട്രാക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഏകോപിപ്പിക്കുന്നതിനുള്ള വളരെ നല്ലൊരു മാർഗമാണ്. നിങ്ങളുടെ മസ്തിഷ്കത്തിലെ ഗ്രേ മാറ്റർ ഡെൻസിറ്റി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് മൈൻഡ്ഫുൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം പ്രയോജനകരമാണ്. ഗ്രേ മാറ്റർ ഇമോഷണൽ റെഗുലേഷനെ വളരെയധികം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് സഹായിക്കുന്നു. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ മാത്രമല്ല, നിങ്ങളുടെ ബ്രെയിനിൻ്റെ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള എബിലിറ്റിയെ വർദ്ധിപ്പിക്കുന്നതിനും വളരെയധികം സഹായകരമാണ്. ഈ മോഡേൺ നൂറ്റാണ്ടിൽ എല്ലാവർക്കും സ്ട്രെസ്സ്, അതുപോലെ തന്നെ പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യാനുള്ള കഴിവ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്, അതും രാവിലെ തന്നെ ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഓരോ ദിവസത്തെയും ഡിസിഷൻസ്, തീരുമാനമെടുക്കാനുള്ള ശക്തി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിയെ നിർണ്ണയിക്കുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തമായ ക്ലാരിറ്റിയോടെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് വളരെയധികം സഹായകരമാണ്. ഓരോ സിറ്റുവേഷനിലും റിയാക്ട് ചെയ്യാതെ വളരെയധികം തോട്ട്ഫുള്ളായിട്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാൻ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് സഹായിക്കും. ഈ ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഓവറോൾ ലൈഫ് സാറ്റിസ്ഫാക്ഷനും സഹായിക്കും. സക്സസ്ഫുള്ളായ മിക്ക ആളുകളും മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾ പ്രാക്ടീസ് അവരുടെ മോർണിംഗ് റൊട്ടീൻ്റെ ഭാഗമാക്കി. ഏത് മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ തുടങ്ങുന്നോ അതിനനുസരിച്ച് അവരുടെ ആ ദിവസം മുൻപോട്ട് പോകുന്നു. അതിനാൽ ഒരു ദിവസം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തുടങ്ങുന്നതിനായിട്ട് അവർ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നു. അത് എൻ്റർപ്രനേഴ്സ് ആയിക്കൊള്ളട്ടെ, അത്ലറ്റ്സ് ആയിക്കൊള്ളട്ടെ, സ്പിരിച്വൽ ലീഡേഴ്സ് ആയിക്കൊള്ളട്ടെ, അവരെല്ലാവരും തന്നെ ഈ സെൻറ്ററിങ് ചെയ്യാനുള്ള പ്രാക്ടീസ് തീർച്ചയായിട്ടും ചെയ്യുന്നു. തുടക്കക്കാർക്ക് മെഡിറ്റേഷൻ്റെ ആഴത്തിലേക്ക് പോകുന്നതിന് പകരം, മൈൻഡ്ഫുൾനെസ്സിൻ്റെ ആഴത്തിലേക്ക് പോകുന്നതിന് പകരം
കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. അതൊരു 5 മിനിറ്റ് ആയിക്കൊള്ളട്ടെ, 2 മിനിറ്റ് ആയിക്കൊള്ളട്ടെ, 3 മിനിറ്റ് ആയിക്കൊള്ളട്ടെ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിനായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ആപ്പുകൾ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സിംപ്ലി ഡീപ് ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യാം. അതല്ലെങ്കിൽ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ മെല്ലെ മെല്ലെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിനെ ഡെവലപ്പ് ചെയ്യുക. മൈൻഡ്ഫുൾനെസ് എന്നാൽ നിങ്ങളുടെ വിചാരത്തെ കൺട്രോൾ ചെയ്യുകയല്ല, പകരം നിരീക്ഷിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ എനർജിയും കൂടുതൽ പ്രൊഡക്ടിവിറ്റിയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഹാബിറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. കഴിഞ്ഞ സീരീസിൽ കണ്ട ഏത് മോർണിംഗ് ഹാബിറ്റാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.